ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയായ ഗോദാവരി നദിയുടെ ഉത്ഭവം തേടി ബ്രഹ്മഗിരി ഹിൽസിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ നാസിക്കിന് 40 കിലോമീറ്റർ അകലെ ത്രയംബക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ത്രയംബക് സിറ്റിയിലേക്ക് കടക്കുമ്പോൾ തന്നെ ത്രയംബകിന് കാവലായി മതിൽ കയറുത്ത പോലെ ഒരു മല കാണാം. വെസ്റ്റേൺ ഗഡ്സിലെ ഈ മലയാണ് ബ്രഹ്മഗിരി ഹിൽസ്. ബ്രഹ്മഗിരി ത്രയംബകിന് മാത്രം കാവലല്ല, ഇന്ത്യയിലെ 10% ഭൂപ്രദേശത്ത് വെള്ളമെത്തിക്കുന്ന ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനം കൂടിയാണ്. നാട്ടിൽ നിന്നും മംഗള ലക്ഷദ്വീപ് ട്രെയിൻ കയറിയാൽ നാസിക്കിലെത്താം. നാസിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 മണിക്കൂർ ബസ് യാത്ര ചെയ്താൽ ത്രയംബകും എത്താം. ത്രയംബകിലാണ് ഫേമസ് ആയിട്ടുള്ള ത്രയംബകേശ്വർ ടെമ്പിൾ ഉള്ളത്. ഇവിടെ നിന്നാണ് ബ്രഹ്മഗിരി ഹിൽസിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതും. ഹരിയർ ഫോർട്ടിൽ നിന്നും ത്രയംബക് എത്തിയതിൻ്റെ അടുത്ത ദിവസം പുലർച്ചെ തന്നെ ബ്രഹ്മഗിരി ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ആദ്യത്തെ 1.5 കിലോമീറ്റർ ത്രയംബകേശ്വർ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള റോഡിലൂടെയാണ്. വളരെ പഴക്കം ചെന്ന ബിൽഡിങ്ങുകളാണ് ഈ വഴിയിൽ. കുശവർത്തകുണ്ട് വഴിയാണ് നടക്കുന്നത്. ബ്രഹ്മഗിരി ഹിൽസിൽ ഉത്ഭവിച്ച് അവിടെ ഡിസപ്പിയർ ആവുന്ന ഗോദാവരി നദി ആദ്യം അപ്പിയർ ആവുന്നത് കുശവർത്തകുണ്ടിലാണ്. ആദ്യത്തെ 1.5 കിലോമീറ്റർ കഴിഞ്ഞ് സ്റ്റെപ്സിൻ്റെ അടുത്തെത്തി. ഇനി നമുക്ക് 1500 സ്റ്റെപ്സ് കയറണം മുകളിലെത്താൻ. പോകുന്ന വഴിയിൽ മാഗിയും സ്നാക്സും ഒക്കെ കിട്ടുന്ന കടകളുണ്ട്. കടക്കാർ തന്നെ നമ്മളോടായി ഒരു കാര്യം പറയും: മുകളിലുള്ള കുരങ്ങന്മാർക്ക് കൊടുക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊള്ളാൻ. ബ്രഹ്മഗിരിയിലെ കുരങ്ങന്മാർ നല്ല അഗ്രസീവും അറ്റാക്കും ചെയ്യുമെന്ന് ത്രയംബകിൽ വെച്ച് തന്നെ കേട്ടിരുന്നു. വൈൽഡ് അനിമൽസിനെ നമ്മൾ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന പോളിസിയിൽ ഞാനൊന്നും വാങ്ങിയിരുന്നില്ല. മഹാരാഷ്ട്രയിലെ ബ്രഹ്മഗിരി ഹിൽസിൽ ഉത്ഭവിച്ച് തെലങ്കാനയിലൂടെ ഒഴുകി ഛത്തീസ്ഗഡ് ബോർഡറിലൂടെ ഹൈദരാബാദിലെത്തി ബേ ഓഫ് ബംഗാളിലാണ് ഗോദാവരി നദി അവസാനിക്കുന്നത്. മൊത്തം 1465 കിലോമീറ്റർ ഒഴുകണ ഗോദാവരി നദി ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ്. 1ാം സ്ഥാനത്തുള്ള നമ്മുടെ സ്വന്തം ഗംഗയാണ്. ഗംഗാ നദിയുടെ സോഴ്സ് ഗ്ലേഷ്യേഴ്സ് ആണെങ്കിൽ ഗോദാവരി നദിയുടെ 35% എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ബ്രഹ്മഗിരി ഹിൽസിലത്തെ ഗ്രൗണ്ട് വാട്ടറും ബാക്കി റെയിൻ വാട്ടറും പിന്നെ ഗോദാവരി നദിയുടെ പോഷക നദികളുമാണ്. ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഒരാൾ വെള്ളമെടുത്തു പോകുന്നത് കണ്ടത്. വെള്ളത്തിൻ്റെ സോഴ്സ് അന്വേഷിച്ച് വന്ന ഞാൻ ഇവിടെയാണ് എത്തിയത്. ബ്രഹ്മഗിരി പാലസിൻ്റെ കുളമായിരുന്നു അത്. ഞാൻ പിന്നെയും കാഴ്ചകൾ കണ്ട് നടക്കാൻ തുടങ്ങി. ബ്രഹ്മഗിരിയിൽ ട്രക്കേഴ്സിനേക്കാൾ കൂടുതൽ പിൽഗ്രിംസ് ആണ് വരുന്നത്, അതും വയസ്സായിട്ടുള്ളവർ. ബ്രഹ്മഗിരി പാലസിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 1818 ബ്രിട്ടീഷ് പിടിച്ചടക്കുന്നതിന് മുമ്പ് ത്രയംബക് സൂര്യവംശി പ്രഭുവാണ് ഇത് ഭരിച്ചിരുന്നത്. അതുകൊണ്ട് ഇതിന് ത്രയംബക് ഫോർട്ട് എന്നും കൂടി പേരുണ്ട്. മഹാരാഷ്ട്രയിലെ മിക്ക ഫോർട്ട് നോക്കിയാലേ നമുക്ക് റൂയിൻസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ 1818 ആംഗ്ലോ മറാഠ വാറിന് ശേഷം ബ്രിട്ടീഷ് ഈ ഫോർട്ടുകളിൽ നിന്ന് വേറൊരു പ്രതിരോധം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി എല്ലാ ഫോർട്ടുകളും സിസ്റ്റമാറ്റിക്കായിട്ട് ഡിസ്ട്രോയ് ചെയ്ത് കളയായിരുന്നു. നടന്ന് ഫോറസ്റ്റിൻ്റെ ഭാഗം കഴിഞ്ഞ് മലയുടെ ടെക്സ്ചർ കാണാൻ തുടങ്ങി. ഒപ്പം കുരങ്ങന്മാരെയും. കുരങ്ങന്മാരുടെ മെയിൻ സ്പോട്ടാണിത്. കുരങ്ങന്മാരുടെ ഒപ്പമുള്ളത് ഇവിടുത്തെ ഗൈഡ്സ് ആണ്. ഇവരുടെ കയ്യിൽ കുരങ്ങന്മാരെ ഓടിപ്പിക്കാൻ ചവണയുമുണ്ട്. കുരങ്ങന്മാരെ പേടിച്ച് നിൽക്കുന്നവർ ഗൈഡ്സിനെ വിളിക്കും. അതുകൊണ്ടുകൂടിയാണ് ഇവർ ഇവിടെ ഇരിക്കുന്നതും. ട്രക്കിംഗ് കയ്യിലെടുത്ത് ഞാൻ പതുക്കെ നടക്കാൻ തുടങ്ങി. എന്നെ കണ്ട് കുരങ്ങന്മാരും റെഡിയാവാൻ തുടങ്ങി. ബാഗിന്റെ സൈഡിൽ വെച്ചിരുന്ന കവർ ഒരു കുരങ്ങനെടുത്തു. അതിൽ ടിഷ്യൂ പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ട്രക്കിംഗ് സ്റ്റിക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമാക്കിയാണ് ഞാൻ ഈ സെക്ഷൻ കയറിയത്. കുരങ്ങന്മാർ ഉള്ളതുകൊണ്ട് നമുക്ക് സ്പീഡിൽ കയറേണ്ടി വരും. നല്ല കയറ്റവും നല്ല വഴുക്കലും കുരങ്ങന്മാരും. ഈ സെക്ഷൻ അത്യാവശ്യം ടാസ്ക് ആയിരുന്നു. ഞാൻ വിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഈ അമ്മൂമ്മയെ കണ്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. മുകളിലുള്ള ബ്രഹ്മഗിരി ക്ഷേത്രത്തിൽ തൊഴുതാൽ മോക്ഷം കിട്ടുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇത്ര കഷ്ടപ്പെട്ടും ഇവർ ഇവിടെ വരുന്നത്.
അങ്ങനെ സ്റ്റെപ്സ് കഴിഞ്ഞ് പീഠഭൂമി എത്തി. ബ്രഹ്മഗിരി മലകളെ അടുത്തായി കാണാൻ തുടങ്ങി. ബ്രഹ്മഗിരി ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി നടന്നു. ഈ ചുവന്ന കളറിൽ കാണുന്നതാണ് ബ്രഹ്മഗിരി ക്ഷേത്രം. ഈ സൈഡിൽ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ വന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഗോദാവരി നദിയുടെ ഉറവ വരുന്നതും. ഈ താഴ്ചയിലുള്ള സ്ഥലത്ത് വെള്ളം തുള്ളികളായി വരുന്നതാണ് ഗോദാവരി നദിയുടെ ഉറവ. ഇനിയാണ് പോപ്പിക്ക് നമുക്കും പവർ വരുന്നത്. നമ്മൾ ഇനി പോകുന്ന സ്ഥലമാണ് ദുർഗ് ഭണ്ഡാർ. ബ്രഹ്മഗിരി ഹിൽസിൽ എന്നെ കൂടുതൽ ആകർഷിച്ചതും ഇവിടെ വരാൻ മെയിൻ കാരണവും ദുർഗ് ഭണ്ഡാറാണ്. ബ്രഹ്മഗിരി ക്ഷേത്രത്തിൽ വരുന്ന ആരും ദുർഗ് ഭണ്ഡാർ പോവാറില്ല. ജടായു ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെയാണ് ദുർഗ് ഭണ്ഡാറിലേക്കുള്ള വഴി. ഒരാൾക്ക് മാത്രം നടക്കാൻ വീതിയുള്ള പുല്ലുകൾക്കിടയിലൂടെയുള്ള വഴിയാണ്. വാലിയുടെ സൈഡിൽ കൂടെയുള്ള വഴിയായതുകൊണ്ട് ഞാൻ നന്നായി ശ്രദ്ധിച്ചാണ് നടന്നിരുന്നത്. ദുർഗ് ഭണ്ഡാറിലേക്ക് എത്താനുള്ള സ്റ്റെപ്സ് എത്തി. 40 അടിയിലും താഴ്ചയിൽ മലയിൽ കൊത്തിയെടുത്താണ് സ്റ്റെപ്പുകൾ പണിതിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യമായ ബ്രഹ്മഗിരി ഫോർട്ടിന്റെ വാച്ച് ടവർ ആയിരുന്ന ദുർഗ് ഭണ്ഡാർ എത്തി. നമ്മൾ വന്ന വഴി നേരെ പോയാൽ ദുർഗ് ഭണ്ഡാറിലെ ഒരു വ്യൂ പോയിന്റ് കൂടിയുണ്ട്. സൺസെറ്റ് ആവാറായതുകൊണ്ടും ബ്രഹ്മഗിരി ടോപ്പിലെ വ്യൂ പോയിന്റ് പോവേണ്ടതുകൊണ്ടും ദുർഗ് ഭണ്ഡാറിലെ ആ വ്യൂ പോയിന്റിൽ പോകാൻ തോന്നിയില്ല. നമ്മുടെ മുന്നിൽ കാണുന്ന മലയിലേക്കാണ് നമ്മൾ പോകുന്നത്. സൺസെറ്റ് ആവുന്നതിൻ്റെ ഒപ്പം ഞാനും ഇറങ്ങാൻ തുടങ്ങി. ഈ മുകളിൽ നിന്നും ദുർഗ് ഭണ്ഡാറിൻ്റെയും തലേഗാവൺ ഡാമിൻ്റെയും കാഴ്ചകളെല്ലാം അടിപൊളിയാണ്. കുറച്ചും കൂടി ടൈം ഇവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. താഴെയുള്ള കുരങ്ങന്മാരെ ആലോചിച്ചാണ് ഇരുട്ടാവുന്നതിന് മുമ്പ് ഇറങ്ങിയത്. നമ്മുടെ ഭാഗ്യത്തിന് താഴെ ഇറങ്ങിയപ്പോൾ സീനാക്കാൻ കുരങ്ങന്മാർ സ്റ്റെപ്പിലുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ത്രയംബകം എത്തി. അപ്പോൾ ബ്രഹ്മഗിരി ഹിൽസിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അടുത്ത യാത്രയിൽ കാണാം.